3 വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പ്രൊഡക്ഷനിൽ ഇറങ്ങിയത് തന്നെ എന്റെ സിനിമകളിൽ, എന്റെ തുടക്കകാലത്ത് ഞാൻ എന്റെ സിനിമകളിൽ ഞാൻ ദൂരെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്പേസിൽ ഇല്ലാത്തത് കൊണ്ട് എന്റെ സിനിമകൾ വീണ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സിനിമകൾ പിന്നീട് ടി വിയിലോ മറ്റേ സ്ഥലത്ത് വരുമ്പോൾ കൊള്ളാമായിരുന്നല്ലോ. വൈ ഐ ഗോട്ട് ഇൻടു പ്രൊഡക്ഷൻ ഇസ് ദാറ്റ് ഒരു മിനിമം ക്വാളിറ്റി ചെക്ക് മെയിൻറ്റെയിൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയുടെ അവസ്ഥ 2024 നമ്മളെ പഠിപ്പിച്ചത് 3, 4, 5 നല്ല സിനിമകൾ വന്നാലും പ്രേക്ഷകർ അത് കാണാൻ റെഡിയാണ്. സോ ഞാൻ ഒരിക്കലും എന്റെ സിനിമ ഞാൻ ചെറുതായി കാണാറില്ല. ബിക്കോസ് എന്റെ എഫേർട്ട് എവറി മൂവി ഐ തിങ്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഈ അടുത്തായിട്ടാണ് ഞാൻ സിനിമ ഇത്ര എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. എന്റെ ആദ്യത്തെ 5 വർഷം വാസ് മോർ ഓഫ് ഒരു സിനിമ കിട്ടിയാൽ അഭിനയിക്കാം, പിന്നെ ഒരു 5 വർഷം ടു മച്ച് ഓഫ് സ്ട്രെസ്. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഇമോഷണലി വളർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ എന്നെ സംബന്ധിച്ച് ഒരു സെലിബ്രേഷൻ ആണ്. ഞാൻ അതിന് മുകളിലൊന്നും കാണില്ല. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണല്ലോ ഭായി, നമ്മളെ ചെറുതായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? കറക്റ്റ്. തെലുങ്കിൽ രാജമൗലി, തമിഴിലെ ഉദയനിധി, മലയാളത്തിലെ രഞ്ജിത് അങ്ങനെ ടോപ്പ് ക്ലാസ് ഓൺലി പരിപാടിയാണോ? അതെ അതെ അതെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മലയാളത്തില് അതെ, തെലുങ്കിൽ രാജമൗലി, തമിഴില് ഉദയനിധി സ്റ്റാലിൻ, മലയാളത്തിൽ രഞ്ജിത് ശങ്കർ. അപ്പൊ അല്ല, സന്തോഷമാണ് ഇവരുടെയൊക്കെ കൂടെ. രഞ്ജിത്ത് സാർ മാത്രമേ ഇതിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഉണ്ണിച്ചേട്ടൻ ചുമ്മാ തമാശ പറയുന്നത്. അവിടെ വെച്ച് സ്റ്റേജിൽ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പരിചയമൊന്നുമില്ല. അല്ലാതെ ഞങ്ങള് സ്ഥിരം ഫോൺ വിളിച്ച് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പൊ എന്നാലും എന്റെ സൈഡിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞേക്കാന്ന് തോന്നുന്നു. അപ്പൊ സന്തോഷമാണ്. നമ്മൾക്ക് ഇപ്പൊ രഞ്ജിത്ത് സാറിന്റെ കൂടെയുള്ള 2ാമത്തെ സിനിമയാണ്. നമ്മള് സിനിമയോട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് മാത്രമാണ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ ആസ് ആൻ എഡിറ്റർ സംഗീത ഒരു ബ്രാൻഡൊന്നുമല്ല, ആർക്കും അറിയില്ല. അപ്പൊ ഇപ്പോഴാണ് നിങ്ങൾ പോലും അമൽ ഡേവിസ് വന്നുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അതിനു മുമ്പ് ആസ് ആൻ എഡിറ്റർ നമ്മൾ വരുന്നത് നമ്മൾ ഈ ഒരു സിനിമയോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്സും അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ എല്ലാ ഫീൽഡിലും നമ്മൾക്ക് ഇപ്പോ സൗണ്ട് ആണെങ്കിലും VFX ആണെങ്കിലും ഒക്കെ ഇപ്പൊ എന്റെ ഒരു ഡൗട്ടായിരുന്നു ഇന്ന് പ്രസ് മീറ്റിൽ നിന്ന് ഉറങ്ങി പോകുന്നുള്ളത്. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ സ്ഥിരം 3 മണി വരെയൊക്കെ ഒന്നല്ല VFX സ്റ്റുഡിയോ അല്ലെങ്കിൽ സൗണ്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ചിലപ്പോൾ ആസ് ആൻ എഡിറ്റർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വീട്ടിലൊക്കെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ നേരിട്ട് ചെന്ന് അഷ്വർ ചെയ്യുക, ഈ പറഞ്ഞ റിലീസ് ഡേറ്റ് വളരെ ടൈറ്റ് ആവുന്നത് കൊണ്ടൊക്കെ ഉള്ള അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ നമുക്കും തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രൊഫൈല് കൊടുക്കാൻ പറ്റും, നമ്മളുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോ അതാണ്, അതുകൊണ്ടായിരിക്കാം 2ാമത്തെ സിനിമയിൽ ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യും. ലിറ്റിൽ മിസ് റൗത്തറിന്റെ തലേദിവസം വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ വേണ്ടി വന്നില്ല. പക്ഷെ ക്യൂബിൽ പോയതിനു ശേഷം ഒരു ഷോട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അത് സിനിമ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ, എന്താണ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നത്. ഒരിക്കലും അത് ഓപ്റ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മുടെ ടെൻഷൻസും സമാധാനവും ഉറക്കമൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ സ്റ്റിൽ നമ്മളൊരു പെർഫെക്റ്റ് അല്ല, ഏറ്റവും ബെറ്റർ സിനിമ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ശ്രമങ്ങൾ മാത്രമാണ് അതൊക്കെ. സിനിമയില് അഭിനേതാവായിട്ടും എഡിറ്ററായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ 2 ഭാഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ജയ ഗണേശൻ സിനിമയെ പറ്റി എന്താണ് പറയുന്നത്? ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ നമ്മളെ ഇടുന്നൊരു എഫേർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു സക്സസ് നമ്മളുടെ ഒപ്പം വരുമ്പോൾ മാത്രമാണ് അംഗീകരിക്കപ്പെടുന്നതെന്നോ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നോ ഇപ്പോഴത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്കറിയില്ല. കാരണം ഞാൻ ഇതിനു മുമ്പും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഇതിനു മുമ്പും സിനിമകൾ ചെയ്തിരുന്നു. ആസ് ആൻ ആക്ടർ ചെയ്തിട്ടുണ്ട്, ആസ് ആൻ എഡിറ്ററും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ തന്നെ നമ്മളുടേതായിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ഉറക്കം കളഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആളുകൾ അറിഞ്ഞിട്ടില്ല.
അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഒക്കെ അപ്രീസിയേഷൻസ് കിട്ടുമ്പോഴും ആ സിനിമ ഒരു വൈഡായിട്ട് ആളുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾക്കും നമ്മൾ ചെയ്തതിൽ ഒരു ഗുണം കിട്ടുക എന്ന് പറയുന്നത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം കിട്ടുക. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരുന്നതാവാം. അപ്പോ എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ ലിറ്റിൽ മിസ് റാവുത്തറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക ഉറക്കം കളഞ്ഞിട്ട് നമ്മൾ ഭയങ്കര പെയിനോടുകൂടി ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അതൊക്കെ. അപ്പോ ഞാൻ ജയ് ഗണേഷിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു എക്സ്പോഷറും കൂടിയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ സിനിമയാണ്. അതിന്റെ സ്കെയിൽ, അതിന്റെ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് അത് വലിയ സിനിമയാണ്. അപ്പൊ ഇത്രയും നാളെ ഞാൻ ചെയ്ത സിനിമകൾ, ഞാൻ ഫെയിലിയേഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്, ഒരു ആവറേജ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്, നല്ല സിനിമകളുടെ ഭാഗമായിട്ട്. അപ്പൊ ജയ് ഗണേഷിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഉള്ളൊരു ഹോപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല സിനിമയാണ് നമ്മള് ആസ് എ ടെക്നീഷ്യൻ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഞാൻ ഈ ചെയ്ത ഇപ്പൊ ലിറ്റിൽ മിസ് റാവുത്തറിൽ ചെയ്തതുപോലെ തന്നെയുള്ള പണിയാണ് ജയ് ഗണേഷിൽ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത് നല്ലൊരു സിനിമയായിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നമ്മളും അംഗീകരിക്കപ്പെടും, നമ്മുടെ വർക്ക് ആൾക്കാർ അറിഞ്ഞു തുടങ്ങും എന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ഞാൻ സംഗീതത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം സംഗീതത്തില് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ഈ സക്സസ് ഹാസ് നോട്ട് ഗോൺ ടു ഹിസ് ഹെഡ് എന്നുള്ളതാണ്. അതായത് വളരെ ഗ്രൗണ്ടഡ് ആണ് എപ്പോഴും. എനിക്കറിയാം നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഓർക്കുന്നത് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ ചെന്നൈയിൽ പോകുന്ന ആലോചിച്ചപ്പോ പുള്ളി അതിന് കൂടെ വരാൻ ഒരാവശ്യമില്ലാതെ പുള്ളി എഡിറ്ററാണ്. അവിടെ 2 ദിവസം ഇരുന്നു. അല്ല, അപ്പോഴേക്ക് CG പ്രോബ്ലം ഉണ്ട്. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പൊ എല്ലാം കൊള്ളാം, ഈ പറഞ്ഞോണ്ട് പറഞ്ഞാ ഇത് പറയണമെന്ന് പറഞ്ഞില്ലേ.